ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനം ചെയ്യുന്നു. എങ്ങനെയും കർത്താവ് ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. 1 സാമുവേൽ 5:1-5 വാക്യങ്ങൾ. അക്കാലത്ത് ഫെലിസ്ത്യർ യഹോവയായ ദൈവത്തിന്റെ പേടകം പിടിച്ചെടുത്ത് അവരുടെ ദേവനായ ദാഹോന്റെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. എന്നാൽ രാവിലെ ഒന്ന് നോക്കുമ്പോൾ ദാഹോൻ എന്ന ദൈവത്തിന്റെ പേടത്തിന് മുമ്പാകെ കമ്മിൽ നിന്ന് കിടക്കുന്നത് കണ്ടു. അവർ ഒന്നും അറിയാതെ അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. പിറ്റേ ദിവസവും വീണ്ടും വന്ന് നോക്കുമ്പോൾ ദാഹോൻ വീണ്ടും കമ്മിൽ വീണ് കിടക്കുക മാത്രമല്ല, അവരുടെ ശിരസ്സും കൈകളും വേർപെട്ടു പോയിരിക്കുന്നു. ഹല്ലേലൂയ! അവർ ഇത് കണ്ട് ഭയാചകിതരായി. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂടുപടം, നമ്മുടെ അവിശ്വാസം കടന്നു പോകുന്നു, ഉത്കണ്ഠ നീങ്ങി പോകുന്നു, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നു, ഇരുട്ടിൽ പ്രകാശമായി കർത്താവ് ഉദിക്കുന്നു. ഹല്ലേലൂയ! അങ്ങനെ ദൈവവും നാമും ഒന്നായിത്തീരുന്നു. അശുദ്ധിയോടുകൂടി കർത്താവിനെ ദർശിക്കുവാൻ, കർത്താവിന്റെ സാമീപ്യം അനുഭവിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ നാം വിശുദ്ധിയിലേക്ക് മാറുന്നു, ദൈവത്തിന്റെ മക്കളായി മാറുന്നു. ഇത് നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിന്റെ കരുണ, അകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നാം നമ്മെ തന്നെ കർത്താവിന് മുമ്പിൽ ശൂന്യരായി മാറ്റണം. ഞാനെന്ന ഭാവം, നാം എന്ന ഭാവം നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നാം ആകുന്ന ആ വിഗ്രഹം ദാഹോൻ വീണ് ഉടഞ്ഞതുപോലെ ഉടയണം. ഞാനെന്ന ഭാവം, നാം എന്ന ഭാവം കർത്താവിന്റെ തേജസ്സിന് മുമ്പിൽ, ആ സാമീപ്യത്തിന് മുമ്പിൽ വീണുടയണം. അപ്പോൾ ദൈവകൃപ, ദൈവാനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് സാധിക്കും. ആകയാൽ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദാഹോൻ അവിടുത്തെ മുമ്പിൽ വീണുടഞ്ഞതുപോലെ ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ ഞങ്ങളാകുന്ന വിഗ്രഹം വീണുടയുവാൻ, ഞങ്ങളുടെ അഹങ്കാരമാകുന്ന വിഗ്രഹം വീണുടയുവാൻ ഞങ്ങളെ എളിമപ്പെടുത്തണമേ. അതിനായി ഞങ്ങൾ ഓരോരുത്തരെയും അവിടെ തിരുമുമ്പിൽ സറണ്ടർ ചെയ്യുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്ക് കർത്താവേ സ്തോത്രം.